Hello everyone, welcome to my new class. ഇപ്പോൾ പോർട്സ് ഫിഗറിൻ്റെ തന്നെ ലാബ്സ് ആണ് നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സെർവർ സൈഡ് വൾനറബിലിറ്റീസിലത്തെ തന്നെ ഒരു രണ്ടാമത്തെ ടോപ്പിക്കാണ് ആക്സസ് കൺട്രോൾ. അപ്പോൾ അതിൽ വരുന്ന ഒരു മുമ്പത്തെ ലാബ് നമ്മൾ ചെയ്തു ഓൾറെഡി, അൺപ്രൊട്ടക്റ്റഡ് അഡ്മിൻ ഫങ്ഷനാലിറ്റി. ആ ഒരു ലാബ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ലാബാണ്. അഡ്മിൻ ഫങ്ഷനാലിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് അഡ്മിൻ പാനലിലോട്ട് കയറി ഒരു യൂസറിനെ ഡിലീറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഒരു കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ് അൺപ്രൊട്ടക്റ്റഡ് അഡ്മിൻ ഫങ്ഷനാലിറ്റി വിത്ത് അൺപ്രഡിക്റ്റബിൾ URL. ഈ ഒരു ലാബ് ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ദിസ് ലാബ് ഹാസ് എ അൺപ്രൊട്ടക്റ്റഡ് അഡ്മിൻ പാനൽ. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ആൻ അൺപ്രഡിക്റ്റബിൾ ലൊക്കേഷൻ. നേരത്തെ കേസിലാണെങ്കിൽ നമ്മൾ URLന്റെ കൂടെ /admin അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ പാനലിന് കൊടുത്തപ്പോൾ തന്നെ നമുക്ക് അതിലോട്ട് ആക്സസ് കിട്ടി. ഇതിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ആക്സസ് ദ ലാബ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിത് ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത് നേരത്തെ ചെയ്ത് നോക്കിയതുകൊണ്ടാണ്. ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ലാബാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഒരു ഹോം മൈ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു പേജ് വരുന്നിട്ടുണ്ടാവും. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു URL കിട്ടുകയാണെങ്കിൽ അഡ്മിൻ അൺപ്രൊട്ടക്റ്റഡ് അഡ്മിൻ ഫങ്ഷനാലിറ്റി അതിൽ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. /admin കൊടുത്ത് നോക്കാം. /admin കൊടുക്കുമ്പോൾ ഇത് നേരത്തെ ഒന്നും കൂടി ചെയ്യാം. ആക്സസ് ദ ലാബ് ക്ലിക്ക് ചെയ്യാം. അതിൽ സാധാരണ നമ്മൾ അൺപ്രൊട്ടക്റ്റഡ് അഡ്മിൻ ഫങ്ഷനാലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം /admin ചെയ്യും. /admin ചെയ്യുമ്പോൾ എൻ്റർ കൊടുക്കുക. ഇപ്പോൾ നോട്ട് ഫൗണ്ട്, നമുക്കതിലേക്ക് ഒന്നും കയറാനായിട്ട് പറ്റണില്ല. അടുത്തത് എന്താ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. robots.txt അത് കൊടുത്തതായാലും നമുക്ക് കിട്ടുന്നത് നോട്ട് ഫൗണ്ട് ആണ്. അപ്പോൾ ഇനി അടുത്തത് നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്കൊന്ന് സോഴ്സ് കോഡ് ചെക്ക് ചെയ്ത് നോക്കാം. അതിൽ ഹിഡൻ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് നെക്സ്റ്റ് പ്രൊസീജിയർ. അപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ഒരു വെബ്സൈറ്റ് കിട്ടിയാൽ നമുക്കിപ്പോൾ അഡ്മിൻ പ്രൊട്ടക്റ്റഡ് എല്ലാം തോന്നുകയാണെങ്കിൽ ഒരു URL /admin കൊടുത്ത് നോക്കാം. അടുത്ത പ്രൊസീജിയർ /robots.txt അതിൽ എന്തെങ്കിലും ഡിസലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് ആ ഒരു കണ്ടന്റ് ഡിസ്ക്ലോസ് ചെയ്യുന്നതാണ് ഡിസലോ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയും കിട്ടിയിട്ടില്ലെങ്കിൽ നേരെ നമ്മൾ സോഴ്സ് കോഡ് ചെക്ക് ചെയ്ത് നോക്കാം. സോഴ്സ് കോഡ് നോക്കുന്ന സമയത്ത് ഇവിടെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും. അതിൽ അഡ്മിൻ പാനൽ ഇങ്ങനെ കൊടുത്തിട്ടില്ലേ. അപ്പോൾ ഇതിൽ /admin -ikned0 ഇങ്ങനെ ഒരു സംഭവം നമുക്കിതിൽ കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് അഡ്മിനിലോട്ട് കയറാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നേരെ ഇവിടെ കൊണ്ടുപോയിട്ട് കോപ്പി ചെയ്യാം. ഇപ്പോൾ കിട്ടിയ അഡ്മിൻ എന്ന് പറയുന്ന ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ടാവും. അത് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ അഡ്മിൻ പാനലിലിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ യൂസേഴ്സ് ഇപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് വീനർ ഉണ്ട്, കാർലോസ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സോൾവ് ദ ലാബ് ബൈ ആക്സസിങ് അഡ്മിൻ പാനൽ ആൻഡ് യൂസിങ് ഇറ്റ് ടു ഡിലീറ്റ് ദ യൂസർ കാർലോസ് ഡിലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കാർലോസ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലാബ് സോൾവ് ആയി. യൂസർ ഡിലീറ്റഡ് സക്സസ്ഫുള്ളി, കൺഗ്രാജുലേഷൻ, യു സോൾവ് ദ ലാബ്. അപ്പോൾ ഒരു അഡ്മിൻ ഫങ്ഷനാലിറ്റി അൺപ്രൊട്ടക്റ്റഡ് അഡ്മിൻ ഫങ്ഷനാലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എപ്പോഴും ആദ്യം തന്നെ URL കിട്ടിക്കഴിഞ്ഞാൽ /admin ചെക്ക് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് കേസ് robots.txt ചെക്ക് ചെയ്യുക. അതിലെന്തെങ്കിലും ഡിസലോ ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കീവേഡ് കിട്ടും. അത് യൂസ് ചെയ്ത് /@ കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് എൻ്റർ എടുത്താൽ നമുക്ക് യൂസർ അഡ്മിൻ പാനലിലോട്ട് ആക്സസ് കിട്ടും. അതും അല്ലെങ്കിൽ അതും ഫെയിലായി പോവുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് അതിൻ്റെ സോഴ്സ് കോഡ് ചെക്ക് ചെയ്ത് നോക്കാം. സോഴ്സ് കോഡ് ചെക്ക് ചെയ്ത് അതിൽ സ്ക്രിപ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സ്ക്രിപ്റ്റ് ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റിൻ്റെ അകത്തായിരിക്കും നമുക്ക് എന്തെങ്കിലും ക്ലൂ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ /admin എന്ന് പറയുന്ന ഒരു ടേം കിട്ടും. അത് വെച്ച് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി നമുക്കിതിൻ്റെ യൂസർ അഡ്മിൻ പാനലിലോട്ട് കയറി അതിൻ്റെ ഫുൾ കൺട്രോൾ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ലാബ് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.